നമസ്കാരം. ആലപ്പുഴയിലെ കലവൂരിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് കൃപാസനം. ഇവിടെ വന്നപ്പോഴേ ഞെട്ടിപ്പോയി സത്യം. അത്രയ്ക്ക് തിരക്കാണ്. എന്താ പറയുക, വേറെ ഒരു ആരാധനാലയത്തിലില്ലാത്ത ഇത്രയും തിരക്കും ഇവിടെ ഉണ്ട്. അത്രയ്ക്ക് ജനങ്ങളാണ് ഇവിടെ വന്ന് മറിയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ കലവൂരിൽ സ്ഥിതി ചെയ്യുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രം ഒരു സാമൂഹിക സാംസ്കാരിക കേന്ദ്രവുമാണ് കൃപാസനം. ആലപ്പുഴ ലത്തീൻ കത്തോലിക്ക രൂപതയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 1990 വൈദികനായ ജോസഫ് വലിയ വീട്ടിലിന്റെ നേതൃത്വത്തിലാണ് ഈ കേന്ദ്രം ആരംഭിക്കുന്നത്. മരിയൻ ഉടമ്പടിയാണ് മറ്റുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കാണാൻ കഴിയുന്നത്. ദിവസേന 1000-ലധികം തീർത്ഥാടകരാണ് ഇവിടെ വന്നു പോകുന്നത്. കൃപാസനം എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കരുണയുടെ ഇരിപ്പിടമെന്നാണ്. 1990 മുതൽ ചെറിയ രീതിയിലുള്ള കൗൺസിലിംഗ് മാത്രമാണ് നടത്തിയിരുന്നത്. എങ്കിലും 1991 മുതൽ അർത്തുങ്കൽ പള്ളിയുടെയും മറ്റ് തീരദേശ ധ്യാനങ്ങളും നടത്തുന്നതിനുള്ള ഒരു സ്ഥലമായി കൃപാസനം മാറി. 2004 ഡിസംബർ 7 നടന്നുവെന്ന് പറയപ്പെടുന്ന മറിയത്തിന്റെ പ്രത്യക്ഷീകരണത്തെ തുടർന്ന് കൃപാസനം ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമായി മാറുകയും പ്രാദേശികരും തീർത്ഥാടകരും പിൻകാലത്ത് മറിയത്തെ കൃപാസന മാതാവെന്ന് വിളിക്കാനും തുടങ്ങി. 2004 ഡിസംബർ 7 കൃപാസനത്തിൽ സ്ഥാപകനായ ജോസഫ് വലിയ വീട്ടലിന് മറിയത്തിന്റെ പ്രത്യക്ഷീകരണമുണ്ടാകുകയും മരിയൻ ഉടമ്പടിയുടെ വിശദീകരണം ലഭിക്കുകയും ചെയ്തു. കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നവർ ദൈവവുമായി ഒരു ഉടമ്പടി കരാറിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. 90 ദിവസത്തെ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി ചെയ്താൽ കാര്യസാധ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. 2020 മുതൽ കൊറോണ പകർച്ചവ്യാധി മൂലം യാത്രാ നിയന്ത്രണങ്ങൾ ഉണ്ടായപ്പോൾ ഓൺലൈൻ ഉടമ്പടി ഇന്റർനെറ്റ് സഹായത്തോടെ എടുക്കുവാനുള്ള സാഹചര്യവും നിലവിൽ വന്നു. ബൈബിളിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടികളാണ് കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനയുടെ ആധാരം. മനസ്സിലുള്ള ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അടങ്ങിയ സൂചിക മാതാവിന് മുന്നിലുള്ള പെട്ടിയിൽ നിക്ഷേപിക്കുമ്പോൾ 6 ആഗ്രഹങ്ങൾ അതിലെഴുതാം. ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഉടമ്പടി പത്രം വാങ്ങി അതിൽ നിബന്ധനകൾക്ക് നേർക്ക് ടിക്ക് ഇട്ട് ഒപ്പിട്ട് മടക്കി നൽകുന്നതാണ് ഉടമ്പടി. പ്രാർത്ഥനകളും പ്രേക്ഷിത പ്രവർത്തനവും അടക്കം ദൈവവുമായി പാലിക്കേണ്ട കാര്യങ്ങളാണ് ഉടമ്പടിയിലുള്ളത്. കൃപാസനത്തിലൂടെ തീർത്ഥാടകർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളും അവരുടെ സാക്ഷ്യങ്ങളും ബൈബിൾ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിന് ഓരോ മാസവും അച്ചടിക്കുന്ന പത്രമാണ് കൃപാസനം പത്രം. ഉടമ്പടിയുടെ പകർപ്പും കൃത്യമായ തെളിവുകളും അടങ്ങിയ രേഖകളും സമർപ്പിച്ചവരുടെ സാക്ഷ്യങ്ങൾ മാത്രമാണ് നിലവിൽ കൃപാസന പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. കൃപാസനം തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുമാണ് അച്ചടിക്കുന്നത്. ഡോക്ടർ VP ജോസഫ് വലിയ വീട്ടിൽ കൃപാസനം റിലീജിയോ സോഷ്യോ കൾച്ചറൽ സെന്ററിന്റെ സ്ഥാപക ഡയറക്ടർ. വിവച്ചൻ എന്നറിയപ്പെടുന്ന ഫാദർ ജോസഫ് സമൂഹത്തെ സേവിക്കുന്നതിനും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ദുർബലവുമായ ജനവിഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടെയാണ് തന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആലപ്പുഴയിൽ 1960 ജനിച്ച അദ്ദേഹം കേരള സർവകലാശാലയിലെ സെന്റ് മൈക്കിൾസ് കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കി. പിന്നീട് പൊന്തിഫിക്കൽ കോളേജിൽ പൗരോഹിത്യത്തിനായി ചേർന്നു. 1985 വൈദികനായി. സാംസ്കാരികവും ധാർമ്മികവുമായ ഉത്തരവാദിത്തം, ചരിത്രത്തിന്റെ ഗതിയിൽ സത്തം നഷ്ടപ്പെട്ട ഒരു വംശീയ സമൂഹത്തെ ശാക്തീകരിക്കാൻ പിതാവ് നിരന്തരമായ പരിശ്രമം നടത്തി. ഈ വംശീയ സമൂഹത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായി അവർ നഷ്ടപ്പെട്ട ചരിത്രപരവും സാംസ്കാരികവും സാമൂഹികവും ആത്മീയവുമായ ഐഡന്റിറ്റി തിരിച്ചുപിടിച്ചുകൊണ്ട് പുനരുജ്ജീവിപ്പിക്കാൻ അദ്ദേഹം ആത്മീയവും സാമൂഹികവുമായ ക്ഷേമത്തിനും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും ഒരു ദൈവീക പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള നാടോടിക്കലകളുടെ പുനരുജ്ജീവനത്തിന് തുല്യശ്രദ്ധ നൽകപ്പെട്ടു. സാംസ്കാരിക കലാരൂപമായ ചവിട്ടുനാടകത്തെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആഗോളതലത്തിൽ ഇന്ത്യൻ സാംസ്കാരിക പൈതൃകത്തിന് മുൻതൂക്കം നൽകുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു ഗ്ലോബൽ ഹെറിറ്റേജ് റിജുവനേറ്റർ എന്ന ഫാദർ VP ജോസഫിനെ ശരിയായി വിശേഷിപ്പിക്കാം. മലയാളം നൃത്തനാടകം കൂടാതെ 1000 വർഷം പഴക്കമുള്ള പരമ്പരാഗത കലാരൂപങ്ങൾ തിരികെ കൊണ്ടുവരികയും സാംസ്കാരിക പൈതൃകവും തിരിച്ചറിയുകയും യുവതലമുറയ്ക്ക് കൈമാറുകയും ചെയ്തു. ഒരു സാമൂഹിക പ്രവർത്തനം എന്ന നിലയിൽ കേരള സംസ്ഥാന യുവജനോത്സവത്തിൽ ചവിട്ട് നാടകം മത്സരത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നാലെ ഏകവും അതുല്യമായ ശക്തി ഫാദർ VP ജോസഫാണ്. 1996 ചാരായം നിരോധിക്കുന്നതിനുള്ള തീരുമാനം സർക്കാരിനെ സ്വാധീനിക്കുന്നതിൽ വലിയ തോതിൽ വിജയിച്ച ഡി അഡിക്ഷൻ പ്രവർത്തനങ്ങൾക്ക് പിതാവ് നേതൃത്വം നൽകുകയും നിരവധി പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. നുഴഞ്ഞുകയറ്റക്കാരുടെ ഭൂമി അതുവഴി തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആരോഗ്യകരമായ വികസനം ഉറപ്പാക്കുന്നു. കടലിലെ മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര സഹായം നൽകുന്നതിനായി ബ്ലൂ ഹെൽപ്പ് ലൈൻ ദുരന്ത നിവാരണ സെൽ സ്ഥാപിച്ചു. ധാർമ്മിക ബാധ്യതയിലും ധാർമ്മിക ഉത്തരവാദിത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്
ഫാദർ വി പി ജോസഫ് 5000-ലധികം വൻമനുഷ്യകൾ ഏറ്റെടുത്തു. 15 ലക്ഷത്തിലധികം ദുരിതമനുഭവിക്കുന്ന ആളുകളെ ഉപദേശിക്കുകയും അതുവഴി ആരോഗ്യകരമായ സാമൂഹിക സജ്ജീകരണത്തിന് സഹായിക്കുന്ന സമാധാനവും ഐക്യവും ഉറപ്പാക്കുകയും ചെയ്തു.